അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറുഹു ഫഇന്നി അത്തൂബു ഫിൽ യൗമി മിഅത മറ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അവനോട് പാപമോചനത്തിന് അർത്ഥിക്കുക. ഞാൻ എല്ലാ ദിവസവും 100 തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും 100 തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാറുണ്ട് എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഹദീസാണിത്. തെറ്റ് ചെയ്തവരാണ്, പാപകൃത്യങ്ങളിൽ മുഴുകിയവരാണ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും ചെയ്യാത്ത പാപവിമുക്തനായ മഅസൂമായ മഹാവ്യക്തിത്വമാണ്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ദിവസവും 100 തവണ തൗബ ചെയ്തിരുന്നത്, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നത് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തെ ബന്ധത്തിന്റെ ഭാഗമാണ്. അതൊരു ഇബാദത്ത് കൂടിയാണ്. സ്വയമേവ ഇസ്തിഗ്ഫാറും തൗബയും ഇബാദത്താണ്. ആ ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വർദ്ധിപ്പിച്ചു. തിന്മകൾ ചെയ്യാത്ത, നമ്മെ പോലെ സാധാരണക്കാരനല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ തൗബ ചെയ്തെങ്കിൽ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചെങ്കിൽ, പാപങ്ങൾ ചെയ്യുന്ന സാധാരണ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് ഏറെ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അവനോട് പാപമോചനത്തിന് അർത്ഥിക്കേണ്ടതുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞതായി ചരിത്രത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. യർവി അൻ ലുഖ്മാൻ അലൈഹിസ്സലാം അന്നഹു ഖാല ലിബ്നിഹി യാ ബുനയ്യ അവ്വിദ് ലിസാനക റബ്ബി ഗ്ഫിർലി ഫഇന്ന ലില്ലാഹി സആത്തുൻ ലാ യറുദ്ദു ഫീഹാ സായിലൻ. ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകനോട് പറഞ്ഞു, പൊന്നു മോനെ, നീ നിന്റെ നാവിൽ റബ്ബി ഗ്ഫിർലി എന്ന വാക്ക്, നാഥ നീ എനിക്ക് പുറത്തു തരണേ എന്ന പ്രാർത്ഥന പതിവാക്കിക്കൊണ്ടേയിരിക്കുക. എപ്പോഴും നിന്റെ നാവിൽ നിന്നും ആ പ്രാർത്ഥന വരട്ടെ. അള്ളാഹുവിന് ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ് ആ സമയവുമായി ഒത്തുചേർന്ന് വരികയും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് ലുഖ്മാൻ അലി ഇസ്ലാം സ്വന്തം മകനോട് പറയുന്നത്. ഏതൊരു പിതാവും മകന് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കൂ. മകന് ഏറ്റവും നല്ല അവസ്ഥ ഉണ്ടാകാനും അവൻ ഇഹത്തിലും പരത്തിലും വിജയമുണ്ടാകാനുമേ ആഗ്രഹിക്കൂ. അപ്പോൾ ഇഹപര വിജയത്തിന്റെ വഴിയായി ഒരു പിതാവ് മകന് കൊടുത്ത ഉപദേശമാണിത്. എല്ലാ പിതാക്കന്മാരും മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശവുമാണിത്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫീ ബുയൂതികും വഅലാ മവാഇദികും വഫീ തുറുഖികും വഫീ അസ്ബാഖികും വഫീ മജാലിസികും ഐനമാ കുൻതും ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിനുള്ള തേട്ടം ധാരാളമായി വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ വീടുകളിൽ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ഭക്ഷണമേശയ്ക്ക് മുന്നിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ വഴികളിലും അങ്ങാടികളിലും നിങ്ങളുടെ സദസ്സുകളിലും എല്ലായിടത്തും വർദ്ധിപ്പിക്കുക. നിങ്ങൾ എവിടെയാണെങ്കിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴാണ് മഗ്ഫിറത്ത്, പാപമോചനം ഇറങ്ങുക എന്ന് നമ്മൾക്കറിയില്ല എന്ന്. അതിനാൽ നിരന്തരമായി റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ അള്ളാഹുവോട് പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവോട് പുറത്തു തരാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വിശുദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അള്ളാഹുവെ കണ്ടുമുട്ടാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.